സ്നേഹത്തിൻ്റെ തടവുകാരി. ഹോസ്റ്റൽ വാർഡനോടുള്ള തർക്കങ്ങൾക്ക് ശേഷം അവിടെയുള്ള മറ്റ് കന്യാസ്ത്രീകൾ മിണ്ടാതായി. പക്ഷേ ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്. അന്ന പോയതിനു ശേഷം ആ മുറിക്കുള്ളിൽ ഒറ്റയ്ക്കായി. ഒരു തരത്തിൽ തനിച്ചുള്ള ജീവിതം ആശ്വാസമായിരുന്നു. സ്വകാര്യതയിലേക്ക് മറ്റാരും കടന്നു വരാതിരിക്കാൻ ആഗ്രഹിച്ചു. ഒഴിവു ദിവസങ്ങളിൽ കൂടുതൽ സമയവും പുസ്തക വായനയിൽ മുഴുകി. ചിലപ്പോഴൊക്കെ കവിതകൾ എഴുതി. വിശാലമായ കോളേജ് ക്യാമ്പസിൻ്റെ പിന്നിലായിരുന്നു ഹോസ്റ്റൽ സ്ഥിതി ചെയ്തിരുന്നത്. ഹോസ്റ്റലിന് മുന്നിലെ മതിലിൽ ചാരിയിരുന്ന് ക്യാമ്പസിലെ വാഗമരങ്ങളെയും അക്കേഷ്യ മരങ്ങളെയും നോക്കി ഏറെ നേരം ചെലവഴിക്കും. കോളേജിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെക്കുറിച്ച് ഓർക്കും. അവിടെ ഇരുന്നാൽ അനാഥാലയത്തിൻ്റെ 3-ാം നില കാണാം. അപ്പോൾ മനു ഓർമ്മയിലേക്ക് വരും. അവൻ അവിടെ നിന്ന് എന്നെ നോക്കുന്നുണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കും. അവനെ കാണാൻ അതിയായ ആഗ്രഹം തോന്നും. ഹൃദയം സങ്കടം കൊണ്ട് നിറയും. അന്ന പോയതിനു ശേഷമാണ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകാൻ തുടങ്ങിയത്. അവിടെ ചെന്ന് കുട്ടിയമ്മയോട് കൂട്ടുകാരുടെ വിശേഷങ്ങൾ പറയുന്നതും അവരുടെ മടിയിൽ കിടക്കുന്നതുമെല്ലാം ഓർമ്മയിലേക്ക് വരും. അന്നും ഇന്നും ഞാൻ ഭൂതകാലത്തിൻ്റെ തടവുകാരിയാണ്. ഒറ്റയ്ക്കിരിക്കുന്ന നേരത്തെല്ലാം നിലവിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയിക്കുമാറ് ഭൂതകാലത്തിൽ കെട്ടിക്കിടക്കാറുണ്ട്. വേദനിപ്പിക്കുന്നതാണെങ്കിലും വീണ്ടും വീണ്ടും ഓർമ്മകളിലേക്ക് തന്നെ നടക്കും. സന്ധ്യയാകുമ്പോൾ ഹോസ്റ്റലിലെ ഹാളിൽ മറ്റു കൂട്ടുകാരോടൊപ്പം പാട്ടുപാടാനും വർത്തമാനം പറയാനുമൊക്കെ കൂടും. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പാട്ട്. മിക്ക ദിവസങ്ങളിലും അവർ എന്നെക്കൊണ്ട് പാട്ടുകൾ പാടിപ്പിക്കാറുണ്ട്. എനിക്കും ഇഷ്ടമായിരുന്നു അത്. അതിലൊരാൾ മാത്രമായിരുന്നു തമിഴ് പാട്ടുകൾ പാടാൻ ആവശ്യപ്പെട്ടിരുന്നത്. സോണി അലോഷ്യസ് എന്നായിരുന്നു അവളുടെ പേര്. ഞങ്ങൾ അടുത്തടുത്ത മുറികളിലായിരുന്നു താമസിച്ചിരുന്നത്. ചിലപ്പോഴൊക്കെ എൻ്റെ മുറിയിലേക്ക് വന്ന് അവൾ കുറേ വർത്തമാനങ്ങൾ പറയുമായിരുന്നു. അതീവ സുന്ദരിയായിരുന്നു സോണി. വിടർന്ന കണ്ണുകളും മനോഹരമായ ചിരിയുമായിരുന്നു അവൾക്ക്. സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിൽ സന്തോഷം നിറഞ്ഞിരുന്നു. എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. ഹോസ്റ്റലിലെ പ്രാർത്ഥനാ നേരങ്ങളിൽ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സോണി പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ അടുത്തു വന്നിരിക്കുമായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു അടുത്ത കൂട്ടുകാരായി മാറിയത്. പക്ഷേ അവളോടൊപ്പമുള്ള സമയങ്ങളിലൊക്കെ ചിന്തിച്ചത്, ദൈവമേ, ഇവളും അതിരില്ലാത്ത സങ്കടങ്ങൾ പേറുന്നവളാണോ? ഇവൾക്കുമുണ്ടാകുമോ കഠിനമായ വേദന നിറഞ്ഞ ജീവിതം? തീരാ ദുഃഖങ്ങളുള്ള മനുഷ്യർ മാത്രമാണോ വന്നു ചേരുന്നത്? ഈ ഹോസ്റ്റൽ ജീവിതത്തിൽ സ്നേഹിച്ച മനുഷ്യർ ജീവിതത്തിലുടനീളം തന്നത് തീരാത്ത വേദനയാണ്. അതിൻ്റെ തുടർച്ച എന്നോണമായിരിക്കുമോ ഇവളുടെയും വരവ് എന്നായിരുന്നു സോണി എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ അടുത്ത നിമിഷം അവളുടെ സങ്കടങ്ങൾ പറയുമോ എന്നായിരുന്നു ആശങ്ക. പക്ഷേ അവൾ പാട്ടുകൾ പാടിത്തരാൻ മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത്. പാട്ട് പാടുമ്പോൾ ചിലപ്പോഴൊക്കെ അവൾ ചെറിയ നൃത്തച്ചുവടുകൾ വയ്ക്കും. അവളുടെ പ്രവൃത്തികൾ വല്ലാത്ത കൗതുകമുളവാക്കി. ഇളം കറുപ്പ് നിറമുള്ള അവളുടെ ശരീരവും അതിൻ്റെ മൃദുചലനങ്ങളും ആരെയും ആകർഷിക്കുന്ന തരത്തിൽ ആയിരുന്നു. അവളുടെ അഴിഞ്ഞുലഞ്ഞ ഇടതൂർന്ന മുടിയും കണ്ണുകളും തെല്ല് അസൂയയോടെ നോക്കിയിരുന്നിട്ടുണ്ട്. തമിഴ് സിനിമകളുടെ കടുത്ത ആരാധികയായിരുന്നു സോണി. അതുകൊണ്ട് തന്നെ പാടാൻ ആവശ്യപ്പെടുന്നതും തമിഴ് പാട്ടുകളായിരുന്നു. ഞാനൊരു തമിഴ് പ്രേമിയും ഇളയരാജയുടെ ആരാധികയും ആയതുകൊണ്ട് തമിഴ് പാട്ടുകൾ പലതും അറിയാമായിരുന്നു. മന്നവൻ പേരെ സൊല്ലി, മല്ലികൈ സുടികൊണ്ടേൻ, മന്മഥൻ പാടൽ ഒன்றോ, നെഞ്ചുക്കൾ പാടിക്കൊണ്ടേൻ എന്ന് പാടുമ്പോൾ അവൾ പറയുമായിരുന്നു, നിന്നെ കാണാൻ ശരിക്കും ഒരു തമിഴെത്തിയെ പോലെ തന്നെയുണ്ട് എന്ന്. ചിരിച്ചു തള്ളിയെങ്കിലും പിൽക്കാലത്ത് പലരും അത് പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാടും അവിടുത്തെ സംസ്കാരവും വളരെയധികം ഇഷ്ടമായിരുന്നു. അവിടുത്തെ മലകളും പുഴകളും വയലും ബന്ദിപ്പൂ പാടങ്ങളും കടും നിറങ്ങളിലുള്ള സാരിയുടുത്ത് മുല്ലപ്പൂക്കൾ ചൂടി കുപ്പിവളകൾ അണിഞ്ഞ് കാലിൽ കൊലുസും ഇഞ്ചിയുമിട്ട് മൺപാതയിലൂടെ നടന്നു നീങ്ങുന്ന സുന്ദരികളായ തമിഴ് സ്ത്രീകളും മോഹിപ്പിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ അവിടെ എന്നത് ആഗ്രഹമായിരുന്നു. അന്നയുടെ സഹായത്തോടെ തമിഴ് എഴുതാനും വായിക്കാനും പഠിച്ചതിനാൽ തമിഴ് പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കുമായിരുന്നു. കോളേജ് ലൈബ്രറിയനായിരുന്ന സെബാസ്റ്റ്യൻ ചേട്ടനായിരുന്നു എനിക്ക് സുബ്രഹ്മണ്യ ഭാരതിയാർ കവിതകൾ വായിക്കാൻ തന്നത്. പല ആവർത്തി
ആ കവിതകളിലൂടെ കടന്നുപോയി. അതിലെ ഓരോ വരികളിലെയും അപാരമായ പ്രണയവർണ്ണനകളിലൂടെ സ്വപ്നത്തിൽ എന്ന പോലെ കടന്നു ചെന്നു. ഹോസ്റ്റലിലെ മതിലിന് മുകളിലായി പടർന്നു കിടക്കുന്ന ബൊഗെയ്ൻവില്ല ചെടികൾക്ക് താഴെ ചാരിയിരുന്ന് വായിക്കാൻ ഇഷ്ടമായിരുന്നു. പകൽ നേരങ്ങളിൽ വായിക്കുന്നത് അവിടെ ഇരുന്നായിരുന്നു. ഇടയ്ക്കിടെ മടിയിലേക്ക് പൊഴിഞ്ഞു വീഴുന്ന കടും ചുവപ്പ് നിറമുള്ള പൂക്കൾ ആനന്ദിപ്പിച്ചു. ഇളം തണുത്ത കാറ്റടിക്കുമ്പോഴുള്ള സുഖകരമായ ആലസ്യത്തോടെ കവിതയിലെ പ്രണയത്തിലൂടെ പാറി നടന്നു. പായും ഒളിനീ എനക്ക്, പാക്കും വിഴിഞ്ഞ നാൻ ഉനക്ക്, തോയും മധു നീ എനക്ക്, തുമ്പിയടി നാൻ ഉനക്ക്, വായുരയ്ക്ക வருகதில்லே, வாழி நின்றன் மேன்மையிலே, துய சுடர் വാനൊലിയെ, സുരൈ അമൃതേ അമുദേ കണ്ണമ്മ എന്ന് തുടങ്ങുന്ന ഭാരതിയാർ വരികളിൽ ഞാൻ ദിവസങ്ങളോളം വീണ് കിടന്നിട്ടുണ്ട്. അഗാധമായി പ്രണയിക്കപ്പെടാൻ ഹൃദയം വെമ്പൽ കൊണ്ടു. എന്നിൽ ഉന്മാദിയായ ഒരു പ്രണയിനി ഉണ്ടെന്ന് വീണ്ടും വീണ്ടും തിരിച്ചറിയുകയായിരുന്നു. അതുകൊണ്ടാകാം വിനയടി നീ എനിക്ക് മേവും വിരൽ ഞാൻ ഉനക്ക്, കാതലടി നീ എനിക്ക് കാന്തമടി ഞാൻ ഉനക്ക് എന്ന വരികളിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയം പതിവിലും കൂടുതലായി മിടിച്ചിരുന്നത്, കണ്ണുകൾ നിറഞ്ഞൊഴുകിയത്. സന്തോഷവും സങ്കടവും ഒരുപോലെ കണ്ണ് നനയിക്കാറുണ്ട്. സോണിക്ക് ഭാരതിയാർ കവിതകൾ വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ അത്ഭുതത്തോടെ കേട്ടിരിക്കുമായിരുന്നു. എൻ്റെ ഭാഷ മനസ്സിലാകുന്ന ഒരാളായിരുന്നു അവൾ. സന്തോഷം തരുന്ന എന്തൊക്കെയോ ഘടകങ്ങൾ അവളിലുണ്ടായിരുന്നു എന്ന് മനസ്സിലായി. ചില വൈകുന്നേരങ്ങളിൽ കോളേജിലെ വാകച്ചോട്ടിലിടയ്ക്കിടെ ഞങ്ങൾ ചെന്നിരിക്കാറുണ്ടായിരുന്നു. അവിടെ വെച്ച് അവൾക്ക് വേണ്ടി പാട്ടുകൾ പാടുമായിരുന്നു. ഒരു ദിവസം മനുവിനെക്കുറിച്ച് പറഞ്ഞു. അവനെ ഓർത്തുള്ള സങ്കടം മനസ്സിലാക്കി. പിന്നീട് അവനെ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നത് സോണിയായിരുന്നു. അവളുടെ കൈ കോർത്തു പിടിച്ച് ഹോസ്റ്റലിലൊക്കെ ചുറ്റി നടക്കുമായിരുന്നു. ഇടയ്ക്ക് സിസ്റ്റർമാരുടെ കണ്ണുവെട്ടിച്ചും ചാമ്പയ്ക്കയും സപ്പോട്ട പഴങ്ങളും അവൾ പറിച്ചു തരുമായിരുന്നു. പ്രാർത്ഥനാ നേരങ്ങളിൽ ഹോസ്റ്റലിന് പിന്നിലെ മൂവാണ്ടന്മാവിൽ കയറി പഴുത്ത മാങ്ങകൾ പറിച്ച് കൈകളിലേക്ക് ഇട്ടു തരുമായിരുന്നു. അവളുടെ കുസൃതികൾക്കൊക്കെ കൂട്ടുനിൽക്കുമായിരുന്നു. അങ്ങനെ സന്തോഷങ്ങൾക്ക് കാരണമായി മാറിക്കൊണ്ടിരുന്നു അവൾ. കോളേജ് ലൈബ്രറിയിലെ നിത്യ സന്ദർശകയായ എനിക്ക് അവിടേക്കുള്ള കോണിപ്പടികൾ കയറാനും ഇറങ്ങാനും ഒരു മടുപ്പും കൂടാതെ അഗുവും റോഷനും സഹായിച്ചു കൊണ്ടിരുന്നു. റോഷൻ എൻ്റെ കൂട്ടുകാരിയായ റൂബിയുമായി പ്രണയത്തിലായതിനു ശേഷം ഒപ്പം അഗുവും വിദ്യയും മാത്രമായി. അവരായിരുന്നു പിന്നീട് ലൈബ്രറിയിലേക്കുള്ള സഹയാത്രികർ. നിഷ്കളങ്കവും ആത്മാർത്ഥവുമായ സൗഹൃദം അനുഭവിച്ചറിഞ്ഞത് കോളേജ് ഹോസ്റ്റൽ ജീവിതത്തിലെ കൂട്ടുകാരിൽ നിന്നും ആയിരുന്നു. ഓരോ കൂട്ടുകാരും ഓരോ രീതിയിൽ എന്നെ മാറ്റി. മനുഷ്യരുമായി അടുക്കാൻ ഭയപ്പെട്ടിരുന്ന എന്നെ മനുഷ്യരിലേക്ക് വലിച്ചടിപ്പിച്ചവർ അവരായിരുന്നു. അന്തർമുഖത്വത്തിൻ്റെ പുറന്തോട് പൊട്ടിച്ച് കാഴ്ചകളെയും ചിന്തകളെയും വിശാലമാക്കി അവർ. ആരെയാണോ ഭയന്നിരുന്നത് അവരിൽ തന്നെ അഭയം പ്രാപിക്കുന്ന ഒരാളായി രൂപാന്തരപ്പെടുത്തിയവർ. കൂട്ടുകാർ ജീവിതത്തിലെ വിലമതിക്കാനാവാത്ത ഒന്നാണ്. ലൈബ്രറിയിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ഒരാൾ ഹരിസാറായിരുന്നു. ഞങ്ങൾ ഡിഗ്രിക്ക് ചേരുന്നതിനും 4-5 വർഷം മുമ്പാണ് പ്രീ ഡിഗ്രി നിർത്തലാക്കിയത്. അതോടെ പഠിപ്പിക്കാൻ ക്ലാസും വിഷയവും നഷ്ടപ്പെട്ട അധ്യാപകനായിരുന്നു സർ. പ്രീ ഡിഗ്രിക്ക് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിഷയം മനഃശാസ്ത്രമായിരുന്നു. അത് നിർത്തലാക്കിയതോടെ പ്രൊഫസർ എന്ന ഉദ്യോഗം നിലനിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും കോളേജിൽ വന്നാൽ സാറിന് ഒന്നും ചെയ്യാനില്ലാതായി. സൈക്കോളജി മുഖ്യ വിഷയമായി വരുന്ന ബിരുദവും അവിടെ ഉണ്ടായിരുന്നില്ല. വായന വളരെ ഇഷ്ടമായിരുന്നതിനാൽ പിന്നീടുള്ള സമയം മുഴുവനും അദ്ദേഹം അതിൽ മുഴുകി. ലൈബ്രറിയിൽ ചെല്ലുമ്പോഴൊക്കെ ഹരിസാറും അവിടെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ കരുതിയിരുന്നത് അദ്ദേഹമായിരുന്നു അവിടുത്തെ ലൈബ്രറിയൻ എന്നായിരുന്നു. കാരണം സ്റ്റാഫ് റൂമിലോ പരിസരത്തോ ഞാൻ ഇതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നീടാണ് അദ്ദേഹം കോളേജിലെ സൈക്കോളജി അധ്യാപകനാണെന്ന് മനസ്സിലായത്. ഹരിസാർ സദാസമയവും പുസ്തക വായനയിൽ മുഴുകിയിരിക്കുന്നത് കാണാൻ കഴിയും. ഒരു ദിവസം അദ്ദേഹം അടുത്തു വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. മിക്ക ദിവസങ്ങളിലും ഇവിടെ കാണുന്നതുകൊണ്ട് വായനയോട് താല്പര്യമുള്ള ആളാണെന്ന് മനസ്സിലായി. എനിക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് സാർ എന്നോട് പറഞ്ഞു. അപ്പോഴൊക്കെയും അദ്ദേഹത്തിൽ നിന്നും മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. അസ്വസ്ഥത തോന്നി. അല്പം നീങ്ങിയിരുന്നു. അദ്ദേഹം വീണ്ടും അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചു, ദസ്തോവ്സ്കി ആണല്ലേ ഇഷ്ട എഴുത്തുകാരൻ? അതേ എന്ന് തലയാട്ടി സാർ തുടർന്നു. കുട്ടി ഇത്ര ചെറുപ്പത്തിലെ ദസ്തോവ്സ്കിയെ വായിക്കുന്നത്
അപകടം പിടിച്ച പണിയാണ്. അദ്ദേഹം എന്തായിരുന്നു ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. പിന്നീട് അദ്ദേഹം ലിയോ ടോൾസ്റ്റോയ്, ആന്റൺ ചെക്കോവ്, തുർഗനേവ് എന്നിവരെക്കുറിച്ചും അവരുടെ കൃതികളെക്കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി. റഷ്യൻ സാഹിത്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ അറിവ് അത്ഭുതപ്പെടുത്തി. സാറിനോട് സ്നേഹവും ആരാധനയും തോന്നി. അവിടെ ഇരുന്ന് ഒരുപാട് നേരം സംസാരിച്ചു. അതൊക്കെയും പുസ്തകങ്ങളെക്കുറിച്ചായിരുന്നു. തിരികെ പോരാൻ നേരം ടോൾസ്റ്റോയുടെ അന്ന കരനീന എന്ന പുസ്തകം എടുത്തു തന്നു. ക്ലാസ്സിലേക്ക് പോകുന്ന വഴിക്ക് അഗുവിനോട് സാറിനെ കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒരു സാർ ആ കോളേജിലുണ്ടായിരുന്ന കാര്യം അവൻ അപ്പോഴായിരുന്നു അറിയുന്നത്. 2 രാത്രിയും ഒരു പകലും കൊണ്ട് പുസ്തകം വായിച്ചു തീർത്തു. മനുഷ്യബന്ധങ്ങളുടെ വൈവിധ്യങ്ങളും സങ്കീർണതകളും സൗന്ദര്യവും വൈരൂപ്യവും വ്യാകുലതകളുമൊക്കെ ആ കൃതിയിൽ ഇഴപിരിഞ്ഞു കിടക്കുന്നതായി അനുഭവപ്പെട്ടു. സ്നേഹമെന്നതിൻ്റെ അർത്ഥവും അർത്ഥശൂന്യതയും ഒന്നു തന്നെയാണെന്ന് നായികയുടെ മരണം കൊണ്ട് വെളിപ്പെടുന്നിടത്ത് കഥ അവസാനിക്കുമ്പോൾ എപ്പോഴത്തെയും പോലെ നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെട്ടു. ജീവിതത്തിലായാലും കഥകളിലായാലും മനുഷ്യരുടെ വേദനകൾ പൊള്ളിച്ചു. അന്ന കരനീന വായിച്ചു തീർത്തതിൻ്റെ പിറ്റേ ദിവസം ലൈബ്രറിയിലേക്ക് പോകുമ്പോൾ അഗു ചോദിച്ചു, ഇങ്ങനെ ഒക്കെ വായിച്ചാൽ ഭ്രാന്ത് പിടിക്കില്ലേ? അതിനുത്തരം കൊടുക്കാൻ അറിയില്ലായിരുന്നു. അവനെ നോക്കി ഒന്ന് ചിരിച്ചു. പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒരു മുറിക്കുള്ളിൽ ജനലരികിൽ മാത്രം ജീവിച്ചിരുന്ന കാലത്ത് കടുത്ത ഏകാന്തതയിൽ നിന്ന് രക്ഷ തേടിപ്പോയതാണ് പുസ്തകങ്ങളിലേക്കെന്ന് അവൻ അറിയില്ലല്ലോ. ബാല്യ കൗമാരങ്ങളെക്കുറിച്ചോ അന്നനുഭവിച്ച വേദനകളെക്കുറിച്ചോ കൂട്ടുകാരോട് ഒരിക്കൽ പോലും പറഞ്ഞിരുന്നില്ല. ഓർമ്മകളിലേക്ക് തിരിച്ചു നടക്കാനാവാത്തതുകൊണ്ടും വേദനിച്ചു എന്നറിയുന്നത് അവരെയും സങ്കടപ്പെടുത്തുമല്ലോ എന്നോർത്തും ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. കഠിനമായി വേദനിക്കുമ്പോഴും അവരോടൊപ്പം ഇരിക്കുമ്പോൾ എല്ലാം മറക്കുമായിരുന്നു. കോളേജിൻ്റെ ഇടനാഴിയിലൂടെ അഗുവിൻ്റെ കൈ കോർത്ത് പിടിച്ച് നടക്കുമ്പോൾ അവൻ്റെ കൈവെള്ളയിലെ വിയർപ്പിൻ്റെ ചൂട് എന്നിലേക്ക് പടരുന്നത് അറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ സ്നേഹവും സാമീപ്യവും അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു. അവനില്ലായിരുന്നുവെങ്കിൽ ലൈബ്രറി എന്നത് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത മറ്റൊരു ലോകം മാത്രമായി അവശേഷിക്കുമായിരുന്നു. ലൈബ്രറി വരാന്തയിൽ എത്തിച്ചിട്ട് അഗു തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോൾ അവനോട് ചോദിച്ചു, എത്ര നാൾ നീ കൈപിടിച്ച് നടത്തിക്കും? നീ ആഗ്രഹിക്കുന്ന കാലത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. അവൻ്റെ വാക്കുകൾ ഹൃദയത്തിൻ്റെ ആഴത്തിലെവിടെയോ ആണ് ചെന്ന് പതിച്ചത്.